നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. പരിപ്പും ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കായും ഒന്നുമില്ലാതെ സാമ്പാർ ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് മെറ്റലും മണ്ണും ടാറും ഒക്കെ വേണം. പക്ഷെ അതില്ലാതെ ഒരു റോഡ് നിർമ്മിച്ചാലുള്ള അവസ്ഥ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. പാലക്കാട് പൂക്കോട്ടുകാവുണ്ട് അത്തരത്തിൽ ഒരു റോഡ്. ചായയിൽ മുക്കിയ ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞു വരുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം നടത്തി നാട്ടുകാർക്ക് തുറന്നുകൊടുത്ത ഒരു റോഡിന്റെ ടാറിംഗ് ആണ്. ആവശ്യത്തിനുള്ള മെറ്റലോ മറ്റ് സാമഗ്രികളോ റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തം. പാലക്കാട് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ 1-ാം വാർഡിനെയും 13-ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന ചിറക്കൽ പറമ്പ് മുതൽ പട്ടിശ്ശേരി പടി വരെയുള്ള റോഡാണിത്. പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ ചെലവിട്ട് ഒരു മാസം മുമ്പാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പക്ഷേ ഒരു മഴ പെയ്യുമ്പോഴേക്കും അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച റോഡ് പൊളിഞ്ഞു. ബുദ്ധിമുട്ടിലായത് ഈ റോഡിനെ ആശ്രയിക്കുന്ന നാട്ടുകാർ മാത്രം. നിർമ്മാണ സമയത്ത് തന്നെ അപാകതകൾ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. റോഡ് പൊളിഞ്ഞതിന് പിന്നാലെ തങ്ങളെ ദുരിതത്തിലാക്കിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ഈ റോഡിന്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രദേശവാസികൾ പഞ്ചായത്തിലെ AE അടക്കമുള്ള ആളുകളെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. 8 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ള ഈ റോഡ് ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് AE അടക്കം ഓംബുഡ്സ്മാൻ അടക്കം വിജിലൻസിനടക്കം പരാതി കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരനുമായി പ്രദേശത്ത് പരിശോധന നടത്തിയെന്നും തകർന്ന റോഡ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് വാർഡ് കൗൺസിലർ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഈ മഴക്കാലത്ത് ഇനി എന്ന് റോഡ് നിർമ്മിച്ച് അതിലൂടെ നടക്കാൻ കഴിയുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ. റിപ്പോർട്ടർ, പാലക്കാട്.